back to our YouTube channel. This is Amudeva's Vlogs. Guys, അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വറുത്തത് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അതായത് ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. എന്തായാലും ഒന്നൊക്കെ തന്നെ അങ്ങനെയും പറയാം, ചക്ക വറുത്തെന്നും പറയാം. കൂടുതൽ ചക്ക വറുത്തതെന്നല്ലേ നമ്മൾ പറയാറ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായ ചക്ക തന്നെയാണ് ഗൈസ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാക്കി മുറിച്ചു. അപ്പോൾ ഇതിന് നമുക്ക് പൊളിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കയുടെ പകുതി നമ്മൾ എടുക്കുന്നുള്ളൂ. പകുതി നമ്മൾ നാളെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പം ഇന്ന് നമ്മൾ ചക്ക വറക്കാനാണ് ഗൈസ് പോണത്. ജാക്ക് ഫ്രൂട്ട് ചിപ്സ് അതന്നെ തന്നെ. ഇനി നമ്മൾ ഈ ചക്ക ഇവിടെ പൊളിക്കാൻ പോവാണ് ഗൈസ്. അതായത് അടർത്തി മാറ്റിയിട്ട് വേണം നമുക്ക് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ? ഗൈസ്, അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച് ഗൈസ്. ബാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടില്ല, മിക്സ് ചെയ്യണം. നമ്മളപ്പോൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്യാണ് നമ്മൾ. നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലതിനകത്തൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ വരണത്, ചിലതിന് ഇങ്ങനെ ഉപ്പൊക്കെ ഭയങ്കര കൂടുതലായിട്ടൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ മഞ്ഞൾ പൊടിയൊക്കെ കളർ അതിനകത്ത് വരുള്ളൂ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഗൈസ് വറക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇടാവുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സോ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി വെള്ളമാക്കിയിട്ട് നമ്മൾ പച്ചച്ചക്ക എടുത്ത് അതിനകത്തോട്ട് ഇടില്ലേ, ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ സ്പൂണിലായിട്ട് ആവശ്യത്തിന് ഒഴിച്ചാലും മതി. അങ്ങനെയും ഉണ്ടാക്കാം, ഇങ്ങനെയും ഉണ്ടാക്കാം. ഞങ്ങൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്നിങ്ങനെ ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. അപ്പം നമ്മുടെ ചക്ക അതിനകത്തിട്ടു ഗൈസ്. നമ്മുടെ ചിന്നുകുട്ടീസ് ഇവിടെ ഉണ്ട് ഗൈസ്. അവൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പച്ചക്കറിനും ഭയങ്കര ഇഷ്ടമാണ് തിന്നിരിക്കുക. ഹലോ ബ്രോ, എന്നാ പண்ற? എന്തുന്നാ? ഓ, എന്ത് വേണം? എന്തൊന്ന് വറക്കുമ്പോൾ തരും. വറക്കുമ്പോൾ തരും. അത് അമ്മ പോയേനാ. ഇങ്ങോട്ട് വാ ഗായ്സ്. നമ്മൾ രണ്ടാമത് ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെയും 2 മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല. അതേ മീൻ തന്നെയാണ്. അതല്ല, സെയിം മീൻ തന്നെയാണ്. എപ്പോഴെപ്പോഴും നമ്മൾ ഒരു വീഡിയോ തന്നെ റിപ്പീറ്റ് ആയിട്ടിട്ടുണ്ടല്ലോ, അത് ഇട്ടതാണ്. ഇത് ഇന്നലെ പിടിച്ചുകൊണ്ടുവന്ന ഗായ്സ്. അതോ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ TV കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. TV കണ്ടോ ഗൈസ്. അങ്ങനെ വറുത്തു നമ്മളെടുത്തു. കണ്ടോ, എനിക്ക് ഒരുപാട് മുരിക്കാൻ എനിക്കിഷ്ടമില്ല. മുരിച്ചത് ഞാൻ അങ്ങനെ തിന്നാറില്ല. ഞാൻ കുറച്ച് മുരിക്കത്തില്ല. ഞാൻ ചെറുതായിട്ട് കണ്ടോ, ചെറുതായിട്ട് ഞാൻ മുരിച്ചെടുക്കത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ചക്ക തിന്നണുണ്ടോ? കയ്യിലൊക്കെ പിടിച്ച ഗീസ് തിന്നണേ അല്ലേ?
ടെററാണ് ടെറർ. തിന്നത് എന്താ തന്നെ. ബൈ. തിന്നു തിന്നു. ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതിലേക്കും ബൈ ബൈ.